മോനെ ബാലു, എന്തു പറ്റിയടാ? ഒന്നുമില്ല, സ്വപ്നം കണ്ടതാ. ഓരോന്ന് ചിന്തിച്ച് കൂട്ടിക്കോളും, പിന്നെ എങ്ങനെ സ്വപ്നം കാണാതിരിക്കും? എന്നാ വെള്ളം കുടിക്കും. കിടന്നേ. മനോഹര, നമ്മുടെ പാലത്തിന്റെ കാര്യം ഇത്തവണയെങ്കിലും എം പിയെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കണേ. അതെങ്ങനെ നടക്കും? മുക്കോല റോഡിന്റെ കാര്യം ഇത്തവണ ചെയ്യാമെന്ന് എം പി ഏറ്റതാ. നിങ്ങൾ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കണ്ട, നമുക്ക് എല്ലാത്തിനും വഴിയുണ്ടാക്കാം. ഞാൻ മാഡത്തിനെ കണ്ട് സംസാരിക്കട്ടെ. നമ്മുടെ കാര്യം കൂടെ ഒന്ന് നോക്കാം. ശരി ശരി. ഞാൻ പറഞ്ഞു ഫയലുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാം തപ്പി എടുത്തിട്ടുണ്ട് മാഡം. പിന്നെ നമ്മുടെ മുക്കോല വാർഡ് മെമ്പർ രമണനും ആറ്റിപ്പുറ വാർഡ് മെമ്പർ പത്രോസ് വടക്കനും തമ്മി ആകെ ബഹളമാണ്. അതെന്താടോ അങ്ങനെ? അത് പിന്നെ പുതിയ ഫണ്ട് വരുന്ന കാര്യം എങ്ങനെയോ ലീക്കായിട്ടുണ്ട്. അപ്പൊ അതാണോ കാര്യം? ഇത്തവണത്തെ ഫണ്ട് അലോട്ട്മെന്റ് വരുമ്പോൾ അത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് എനിക്കറിയാം. അതിന്റെ കാര്യവും പറഞ്ഞ് ആരും എന്നെ കാണാൻ വരണ്ട, മനസ്സിലായല്ലോ? വണ്ടി റെഡി? ഓക്കേ മാഡം, റെഡി. മേഡം വന്നു. എം പി വരുന്നുണ്ട്. നമസ്കാരം. എല്ലാം ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹം നോക്കിക്കോളൂ. ശരി. എന്താ ആലോചിക്കുന്നത്? എന്റെ മോൻ അപ്പനല്ലാതെ ആരും ഇല്ലല്ലോ എന്ന്. മോൻ നല്ലവണ്ണം പഠിക്കണം, പഠിച്ച് പഠിച്ച് വലിയ ആളാവണം. അത് കാണാൻ അപ്പനില്ലേലും മറ്റുള്ളവർ പറയണം, വാസുവിന്റെ മോൻ വലിയ ആളായെന്ന്. വാസുവിന്റെ ആഗ്രഹം പോലെ. അങ്ങനെ പറയല്ലേ അപ്പ. പിന്നെ അപ്പൻ്റെ ആഗ്രഹം അത് ഞാൻ സാധിക്കും. ഇന്നലെ അപ്പം വിഷമത്തോടൊരു കാര്യം പറഞ്ഞു. എന്താ ബാലു? പഠിച്ച് വലിയ ആളാവണമെന്ന്. എനിക്ക് അപ്പം പറഞ്ഞ പോലെ പഠിക്കണം സാറ. പഠിച്ച് പഠിച്ച് വലിയ ആളാവണം. ബാലു എന്തു പറ്റി? ബാലു ബാലു എന്താ എന്തു പറ്റി? ബാലു നിനക്ക്? ബാലു ബാലു എന്തു പറ്റി? അയ്യോ ബാലു എന്ത് പറ്റി സാഹിറ? എന്തോ വല്ലായ്മയാണ്. എന്തിനാ ബാലു പേടിക്കുന്നേ? വല്ല നീർക്കോലിയെ മറ്റോ കണ്ട് പേടിച്ചോ? അതിനൊന്നും കാണുന്നില്ലല്ലോ. ബാലു എന്ത് പറ്റി? പെട്ടെന്ന് എന്തോ പോലെ തോന്നി. ഇപ്പൊ ശരിയായി. ഒന്നുമില്ലെന്നേ. എണീക്ക്. കാര്യം സ്റ്റേറ്റ് കോമ്പറ്റീഷൻ ഡേറ്റിംഗ് അടുത്തെത്തി. ഉടനെ പ്രാക്ടീസ് തുടങ്ങിയില്ലെങ്കിലേ അപ്പൊ വേറെ വല്ലവരും കൊണ്ടുപോകും. സാറ് നോക്കിയോ, ഞാൻ തന്നെ ജയിക്കും. അങ്ങനെ ചുമ്മാ ജയിക്കുകയല്ല, നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യണം. അതാണ്. വാ നടക്ക്. അങ്ങോട്ട്
നോക്കിപ്പോണേ മോനെ. Come on, come on, come on. Go fast. Go fast. ബാലു, ബാലു, നിനക്ക് എന്ത് പറ്റി? ബാലു, ബാലു, കുറച്ച് വെള്ളം തരും. ബാലു, ബാലു, എണീക്ക്. ചായ എടുക്കട്ടെ? വേണ്ട. ഇന്ന് എന്തു പറ്റി? ജയേട്ടൻ ആകെ ഒരു മൂഡ് ഓഫ്. ഐ എം ടോട്ടലി ഡിസ്റ്റർബ്ഡ്. ഐ കാൻ ഹാൻഡിൽ ദ ഹോൾ തിങ്സ് അലോൺ. എന്നെ കൊണ്ട് കഴിയുന്നില്ല ലച്ചു എല്ലാത്തിലും ശ്രദ്ധിക്കാൻ. നെക്സ്റ്റ് വീക്ക് പ്ലാൻ ചെയ്ത ആ ചൈനീസ് ട്രിപ്പിന് ഞാൻ എങ്ങനെ പോവും? ഡോക്ടർ ജെയിംസ് അവിടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ലക്ഷ്മി, യു തിങ്ക് സീരിയസ്ലി. നമുക്ക് സ്വന്തമായൊരു ഹോസ്പിറ്റൽ ഉള്ളപ്പോൾ നിനക്കെന്തിനാ ഈ ടീച്ചർ പണി? റിസൈൻ ചെയ്തിട്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഏറ്റെടുക്കണം. ആസ് എ ലിസ്റ്റ്. ജയേട്ടൻ എന്താ തമാശ പറയാണോ? ഞാൻ റിസൈൻ ചെയ്യാനോ? ജയേട്ടന്റെ ഭാഷയിൽ ഇത് വെറും ജോലി മാത്രമായിരിക്കാം. ബട്ട് എന്നെ ഇന്ന് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ എന്റെ കുട്ടികളാ. Hey, Lechu. I'm sorry. Relax. തനിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യണ്ട. ആ കണ്ണുടയ്ക്ക്. ചിന്തിച്ചപ്പോ മറ്റൊരു വഴി മുന്നിൽ തെളിഞ്ഞില്ല. ഓക്കെ, ഡോണ്ട് വറി. ഞാൻ ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാം. വഴിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ലോ. പ്രൊഫഷണൽ എത്തിക്സ് കാരണം ചിലതൊക്കെ കണ്ടില്ലാന്ന് നടിക്കുക. What do you mean? ഞാൻ ഡോക്ടർ ശേഖരൻ നമ്പ്യാരുടെ കാല് പിടിക്കണമായിരിക്കും മരുമകനെ ഒന്ന് സഹായിക്കാൻ. എന്നെ അതിന് കിട്ടില്ല. ഐ കോണ്ട്. കാലൊന്നും പിടിക്കണ്ട. ജയേട്ടനൊന്ന് സമ്മതം മൂളിയാ മതി. ഞാൻ വിളിച്ചോളാം. അച്ഛൻ വരും. ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. പ്രൊഫഷണൽ ഈഗോയും പ്രൗഢിയുമുള്ള പഴയ നമ്പ്യാരല്ല ഇപ്പോ. അമ്മ പോയതോടെ പാവം ഒറ്റയ്ക്കായി. ഒരുപാട് നേരം സംസാരിച്ചു. ആദ്യമായിട്ട് അച്ഛൻ എന്നോട് ഇത്രയും നേരം സംസാരിക്കുന്നത്. ഇനിയിപ്പോ ഞാനായിട്ട് തടസ്സം നിന്നൊന്നും വേണ്ട. താൻ വിളിച്ചാ വരുമെങ്കിൽ വിളിക്ക്. ദ ഗ്രേറ്റ് ഡോക്ടർ മിസ്റ്റർ ശേഖരൻ നമ്പ്യാരെ. മോനെ എന്താടാ? ഹോ, നല്ല ചൂടുണ്ടല്ലോ. ഈശ്വര, നന്നായിട്ട് പനിക്കുന്നുണ്ട്. നീ വന്നേ, ഡോക്ടറെ കാണാം. എനിക്കൊന്നുമില്ല അപ്പ. അപ്പം പോയേ, എനിക്ക് പഠിക്കാനുണ്ട്. നാളെ മോഡൽ എക്സാം ഉള്ളതാ. എടാ മോനെ, നീ പറയുന്നതൊന്ന് കേക്ക്.
ശ്ശേ, ഈ ചെറുക്കന്റെ ഒരു കാര്യം. എന്തു പറ്റി? ബാലു, 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 ബാലു. എന്തു പറ്റി ബാലു? എന്താ? പ്രചരണം പ്രത്യക്ഷം, ആവാഹനം പിശാചം. പ്രത്യക്ഷ സ്വാഗ, പ്രത്യക്ഷ സ്വാഗ. ഉരുളിയിലേക്ക് നോക്ക്, സൂക്ഷിച്ചു നോക്ക്, സൂക്ഷിച്ചു നോക്ക്. നിന്നിലെ പിശാചിനെ നിനക്ക് കാണാം. കാണുന്നുണ്ടോ? 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 പറയൂ വേഗം. നിങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കിക്കോളൂ. നമസ്കാരം സാർ. ആരാ? ഞാൻ ഈ സ്കൂളിൽ എച്ചമ്മ.
എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത്. എനിക്ക് ഈ സ്കൂളും പരിസരവും ഒന്ന് കാണണം. വരൂ. ഓ, മിസ്റ്റർ തങ്കച്ചൻ, നിങ്ങളുടെ ഇവിടുത്തെ MP ശ്രീമതി ലക്ഷ്മി നായർ പ്രത്യേക താല്പര്യമെടുത്തതിൻ്റെ പേരിൽ നിങ്ങളുടെ ഈ സ്കൂളിനെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്താൻ നമ്മുടെ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ സ്കൂളിലെ ഒരു കുട്ടി തന്നെയാണ് ഇതിന് കാരണക്കാരനാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവൻ്റെ പേര് ബാലു. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ. അവിടെ ഒരു ഡ്രിപ്പ് കൊടുത്തേക്ക്. എന്തായി ജയ? അച്ഛാ, ഇത് ലച്ചുവിൻ്റെ സ്കൂളിലെ കുട്ടിയാ. ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും നടത്തിയിട്ടുണ്ട്. ഈ ടെസ്റ്റ് നെഗറ്റീവാ. കുട്ടിക്ക് ഇപ്പോഴും നല്ല ഫീവർ ഉണ്ട്. Hey, relax. ഈ ടെസ്റ്റൂടെ നോക്കൂ. ശരി ശരി. സിസ്റ്റർ, ബാലു ഏത് റൂമിലാ? മോനെ മോനെ അപ്പ എന്താടാ? അപ്പ അപ്പ നമ്മളെ വീട്ടിൽ കള്ളം കയറി എന്റെ ട്രോഫി കൊണ്ടുപോയി. അപ്പ ബാലു, നിനക്ക് എന്താടാ മോനെ പറ്റിയത്? നിന്റെ ട്രോഫി വീട്ടിൽ തന്നെയുണ്ട്. ഇല്ല ഇല്ല, അപ്പ നുണ പറയുന്നതാ. ഇപ്പൊ കാണുന്ന ട്രോഫി, ഇപ്പൊ കിട്ടുന്ന ട്രോഫി. നീ ഒന്ന് അടങ്ങിയിരിക്കും മോനെ. ഞാൻ പോയി ഇപ്പൊ എടുത്തോണ്ട് വരാം. അങ്കിളെ, കേറി വാ മക്കളെ. ബാലു, നമ്മുടെ സ്കൂളിൽ ഡിജിറ്റൽ സ്കൂൾ ആവാൻ പോവാടാ. ഒക്കെ നീ കാരണം. അപ്പാ, ഇവരൊക്കെ ആരാ അപ്പാ? നിങ്ങളിരിക്കെ, ഞാൻ വീട്ടിൽ പോയി ഇവന്റെ ട്രോഫി എടുത്തോണ്ട് വരാം. ശരി. ബാലു, കഴിഞ്ഞു നോക്കിയാ ക്ഷമിക്കടാ. ഞങ്ങൾ നിന്റെ കൂട്ടുകാരാവാൻ വന്നതാ. ബാലു, ക്ഷമിക്കടാ. എടാ, ഇത് നിന്നെ അന്ന് പട്ടി അടിച്ചതല്ലേ? മനു,
എന്താടാ വെട്ടാൻ വൈ വെട്ടറ അങ്ങോട്ട്. എടാ അങ്ങോട്ട് വെട്ടറാ. എന്താ പട്ടി അടിച്ചതാ അവിടെ. ശരി തന്നെ ശരി തന്നെ. മൈ ഗോഡ്, എന്താ അച്ഛാ? ഞാൻ സംശയിച്ചത് ശരിയാ. ഇറ്റ് ഇസ് എ ക്രിട്ടിക്കൽ സ്റ്റേജ്. റാബിറ്റ് വൈറസ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ മുഴുവൻ ബാധിച്ചു കഴിഞ്ഞു. പട്ടി കടിച്ചത് ഏതാണ്ട് 2 മാസത്തിന് മുമ്പാണ്. ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് ലക്ഷ്മി അറിയുമ്പോൾ എങ്ങനെ അവൾ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല. ഡോണ്ട് വറി, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. ആ പയ്യൻ അവളുടെ മകനൊന്നും അല്ലല്ലോ, ജസ്റ്റ് എ സ്റ്റുഡൻറ്. ചേട്ടാ ചേട്ടാ, ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? ലക്ഷ്മി, അത് പിന്നെ ഞാൻ കേട്ടത് സത്യമാണോന്ന്? യെസ്. നോ നോ, അവനൊന്നുമില്ല, അവനൊന്നുമില്ല. അവന് വളരെ സീരിയസ് ആണ്. ഇനി അവനെ ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേ തീരൂ. അവനെ സെല്ലിൽ അടയ്ക്കാനോ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഇല്ല ലക്ഷ്മി. ഞാൻ സമ്മതിക്കില്ല. ലക്ഷ്മി മോളെ, സമ്മതിക്കില്ല. ലക്ഷ്മി 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 ലക്ഷ്മി. എന്റെ മോൻ ഇവിടെ കിടപ്പുണ്ട്, അവനെ ഒന്ന് കാണണം. ഹലോ, എങ്ങോട്ടാ നിങ്ങളീ പോന്നെ? എന്റെ മോളോടൊപ്പം പഠിക്കുന്ന കുട്ടിയാ. ബിരിയാണി എന്ന് പറഞ്ഞാൽ അവന് ജീവനാ. ഇതൊന്നു കൊടുത്തിട്ട് ഞാൻ പെക്കോളാം സാറേ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇവിടെ നിൽക്കാൻ പറ്റില്ല. കുട്ടിയെ വിളിച്ചിട്ട് പോകുന്നുണ്ടോ? ബാലു, ഡാ, ഇതെന്തോ കൊണ്ടുവന്നേ നോക്കി. എണീച്ച് വാടാ, വാടാ ബാലു. മോളെ വിളിച്ചോണ്ട് പോ. അത്രയ്ക്ക് അസുഖമുള്ള കുട്ടിയാ അകത്ത് കിടക്കുന്നത്. ബാപ്പ, ബാലുവിനെ എന്തിനാ അവിടെ പിടിച്ച് അടച്ചിട്ടിരിക്കുന്നേ? ഒന്ന് തുറന്നു വിടാൻ പറ ബാപ്പ. അങ്കിളെ, ഒന്ന് തുറന്നു വിടാ അങ്കിളെ, പ്ലീസ്. ഇവിടെ നിൽക്കാൻ പറ്റില്ല. പോ പോ പോ. പോവാൻ പറഞ്ഞില്ലേ ബാപ്പ? പൊയ്ക്കോളൂ പൊയ്ക്കോളൂ. ബാപ്പ, വേഗം പോ. ബാപ്പ, എനിക്ക് ബാലിനെ കാണണം ബാപ്പ. എന്തിനാ അവിടെ പൂട്ടിയിട്ടിരിക്കുന്നേ? നമുക്ക് അവനെ ഇപ്പൊ കാണണ്ട, പിന്നെ കാണാം. അങ്കിളെ, മോളെ, എന്താ മോളെ? ദേ ബാലുവിനെ എല്ലാരും കൂടെ അവിടെ അടച്ചിട്ടിരിക്കുക. അടച്ചിട്ടിരിക്കുന്നു? എവിടെ? ദേ അവിടെ. മോനെ, ഇപ്പൊ അങ്ങോട്ട് പറ്റില്ലെന്ന്. വരാനല്ലേ പറഞ്ഞു. ഇങ്ങോട്ട് വരാൻ. ആരാ ആരാ ഇത്? അച്ഛനാ സാറേ. നിങ്ങളുടെ മകന് പട്ടി കടിച്ച് പേവിഷ ബാധ ഏറ്റിരിക്കുക. വേറെ കുഴപ്പമൊന്നുമില്ല. അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്കെല്ലാം ശരിയാക്കാം. ഒന്ന് കാണിച്ചു കൊടുത്തോളൂ. എന്റെ ഭാവക്കൊന്നുമില്ല. ഒന്ന് തുറക്കണം സാർ. ആരും അറിയാൻ പോകുന്നില്ല. എത്ര വേണമെങ്കിലും തരാം. ഇതൊന്ന് കൊടുത്തോട്ടെ സാർ. എനിക്ക് കാശൊന്നും വേണ്ട, ഞാൻ തുറക്കത്തില്ല.
അങ്ങനെ പറയില്ല സാറേ. ഞാൻ കാല് വേണമെങ്കിൽ പിടിക്കാം. ഞാനിതൊന്ന് കൊടുത്തോട്ടെ സാറേ. വാവേ, വാവേ, നിന്റെ ട്രോഫി കൊണ്ടുവന്നിരിക്കണടാ. അവനെ എണീക്കടാ. ഇങ്ങോട്ട് വരാൻ അയ്യോ, വരാൻ എന്റെ മോനെ, എന്റെ മോനെ, ഇങ്ങോട്ട് വരാനല്ലേ പറയുന്നു മനസ്സിലാക്കി. എന്റെ മോനെ. താങ്ക് യു. സമയം കളയണ്ട, നമുക്ക് തുടങ്ങാം. ഓ ശരി മോനെ. അപ്പോ എന്നാ പിന്നെ അപ്പൊ പിന്നെ ഓരോരുത്തരായിട്ട് കേൾക്കല്ലേ. ശരി, എല്ലാരും സന്തോഷത്തിലാണല്ലോ. എന്നോട് ഇക്കാര്യം ബാലുവാ സൂചിപ്പിച്ചേ. അല്ല, ഇതിന്റെയൊക്കെ കാരണക്കാരനായ ആ മെടുക്കം ബാലു അവിടെ കണ്ടില്ലല്ലോ. എന്തു പറ്റി സർ? അവനൊന്ന് തുറവിടാൻ പറ. എന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കാൻ പറയപ്പ. അപ്പ കരയല്ലേ അപ്പ, എനിക്കൊന്നുമില്ല അപ്പ. എന്നെ ഇതിന്ന് പുറത്തിറക്കാൻ പറയപ്പ. നമുക്ക് വീട്ടിൽ പോവാപ്പ. വാപ്പ പോവാ, പോവാപ്പ. അപ്പ പോവാ. അപ്പ അപ്പ
നീ പൊയ്ക്കോ, പോ. ചേട്ടാ, ചേട്ടാ, ബാലു, എനിക്ക് അവനെന്ന് കാണണം. അച്ഛൻ എന്നെ മനസ്സിലാവില്ല. പ്ലീസ് ചേട്ടാ, എനിക്ക് ബാലുവിനെ കാണണം. ചേട്ടനൊന്ന് എന്നെ മനസ്സിലാക്കൂ പ്ലീസ്. വേണ്ട ലക്ഷ്മി, ഈ അവസ്ഥയിൽ നീ അവനെ കാണണ്ട. നോ, അവനെ നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റും ചേട്ടാ. ചിലപ്പോ ബാലു എന്റെ കുഞ്ഞാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇല്ല, അവൻ അരുതാത്തൊന്നും സംഭവിക്കാൻ പാടില്ല. എന്റെ അശ്വിൻ എനിക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾ കാരണോ? ഇവനും കൂടി എനിക്ക് നഷ്ടപ്പെട്ട പിന്നെ ചേട്ടൻ എന്നെ കാണില്ല. ഹലോ, പ്ലീസ് ജെയിംസ്, ഞാൻ പിന്നെ വിളിക്കാം. എന്താ നിന്റെ പ്രോബ്ലം? ഈ പ്രശ്നത്തിന് നോ സൊല്യൂഷൻ. സൊല്യൂഷൻ ഇല്ലാത്ത പ്രോബ്ലം ഉണ്ട്. നീ കാര്യം എന്താണെന്ന് പറയൂ. ലക്ഷ്മി മെന്റലി അറ്റാച്ച്ഡ് ആയിരുന്ന ഒരു കുട്ടി പേവിഷബാധയേറ്റ സെല്ലില്ല. വാട്ട് യു മീൻ? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് താൻ വിശ്വസിക്കില്ല. താനെന്നല്ല ആരും. എന്നാൽ ഇറ്റ്സ് എ ട്രൂത്ത്. നമുക്ക് അവനെ രക്ഷിക്കണം. ജെയിംസ്, ആർ യു മാഡ്? മെഡിക്കൽ എത്തിക്സ് പ്രകാരം ഹീസ് ഡെഡ്. നമുക്കെന്നല്ല, ദൈവത്തിന് പോലും അവനെ രക്ഷിക്കാനാവില്ല. ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. ബട്ട് താനങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്നതിന് മുമ്പ് മിറാക്കിൾസ് ഗോഡ് എന്ന സൈറ്റിലേക്ക് പോയി ക്ലിക്ക് ചെയ്യ്. പ്ലീസ് ഫോൺ കട്ട് ചെയ്യരുത്. പൂർണ്ണമായി വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു 85%. ബാക്കിയെല്ലാം Xi'an is a place on the Chinese border, home to Acharya Chianza, the master healer. Acharya treats poison afflictions like snake bites and rabies using Chinese healing techniques and modern medical methods. Acharya uses a special stone obtained from the remote mountains of China. This stone is treated with medicated oil and herbs. During the time of treatment, Acharya raises the body temperature of the patient way above normal levels, and the stone absorbs the poison from the human body. After this treatment, 85% of the patients become normal, and Acharya Chianza came to be known as the miracle of God. Miracle of the God. Yes. വരൂ. ഇവിടെ നിന്നാ മതി. ബാലു, ബോബി, ബോബി, എടാ, എടാ ബോബി, എടാ, എന്നെ ഒന്ന് തുറന്നു വിടാൻ പറയടാ. നിന്നോട് എനിക്ക് ഒരു പിണക്കവും ഇല്ലടാ. നിന്നോട് ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ലടാ. എന്നെ ഒന്ന് തുറന്നു വിടാൻ പറയടാ. ആരോട് പറഞ്ഞിട്ട് കേൾക്കണില്ലടാ. എന്തിനാണ് എന്നെ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നത്? നിനക്കൊന്നുമില്ലടാ, ഒന്നുമില്ല. എടാ ഒന്ന് പറയടാ. എടാ ഒന്ന് പറയടാ. വാ വാ, സമയം കഴിഞ്ഞു. വാ വാ. അങ്ങളെ എന്നെ കൂടെ കൊണ്ടുപോടാ. വാ വാ. എന്നെ വെട്ടേച്ച് പോവല്ലേടാ. എന്നെ കൂടെ കൊണ്ടുപോടാ. പോവല്ലേടാ. എന്നെ കൂടെ കൊണ്ടുപോ.
ഒരു കുഞ്ഞു രാജഹംസം അലറുന്ന സാഗരത്തിൽ തുഴയുന്നു ഇന്നിതാ പൊൻകനവുകൾ വിരിയുമ മറുകരയണയാൻ കനിയുക എൻ ദേവാനി. ഒരു കുഞ്ഞു രാജഹംസം അലറുന്ന സാഗരത്തിൽ എന്റെ പൊന്നിൻ കൂടമെന്ന് അമ്മ കിളി മൊഴിയുന്നു. കുഞ്ഞു കിളി കൂട്ടുകാരോ വിങ്ങി വിങ്ങി കരയുന്നു. എന്റെ പൊന്നിൻ കൂടമെന്ന് അമ്മ കിളി മൊഴിയുന്നു. കുഞ്ഞു കിളി കൂട്ടുകാരോ വിങ്ങി വിങ്ങി കരയുന്നു. മഞ്ഞുരുകി മാമലകൾ കണ്ണുനീരായി ഒഴുകുന്നു. ഒരു സ്വർഗസുഖമെന്തെന്നറിയാതെ അകലുകയാണോ നീ? ഒരു കുഞ്ഞു രാജഹംസം അലറുന്ന സാഗരത്തിൽ തങ്കത്തേരിൽ ഇറങ്ങും പൊന്നമ്പിളിയും ഇന്നകലെ മേഘക്കീറിൽ മറഞ്ഞിട നെഞ്ചു പൊട്ടിക്കരയുന്നു. തങ്കത്തേരിൽ ഇറങ്ങും പൊന്നമ്പിളിയും ഇന്നകലെ മേഘക്കീറിൽ മറഞ്ഞിട നെഞ്ചു പൊട്ടിക്കരയുന്നു. മണ്ണിലുള്ള മാനവരും കണ്ണുനീർ പൊഴിക്കുന്നു. ഒരു സ്വർഗ സുഗന്ധമായി ഒഴുകി വന്നകലുകയാണോ നീ? ഒരു കുഞ്ഞു രാജഹംസം അലറുന്ന സാഗരത്തിൽ തുഴയുന്നു ഇന്നിതാ പൊൻകനവുകൾ വിരിയുമ മറുകരയണയാൻ കനിയുക എൻ ദേവാനി. ഒരു കുഞ്ഞു രാജഹംസം അലറുന്ന സാഗരത്തിൽ ജേട്ടാ ഇതുവരെ റെഡി ആയില്ലേ? എനിക്കെന്തോ നല്ല വിശ്വാസം തോന്നുന്നുണ്ട്. ജെയിംസിന്റെ സൈറ്റിന് എന്റെ ബാലുവിനെ രക്ഷിക്കാനാവും. ഉറപ്പാ. വാ പുറപ്പെട് ജേട്ടാ. സമയമായി, ഫ്ലൈറ്റ് പോകും. വാ പോകാം. വാ ചേട്ടാ. ജേട്ട നോക്കിക്കോ, എന്റെ ബാലു ജീവിതത്തിലേക്ക് തിരിച്ചു വരും. എന്റെ അശ്വന് പകരം എനിക്ക് ദൈവം തന്നതാ ബാലുവിനെ. അവനെ ഞാൻ ഈ കൈകളിലാണ് ഏൽപ്പിക്കുന്നത്. ചേട്ടാ തിരിച്ചു വരുമ്പോ അവൻ കൂടെ ഉണ്ടാവണം. ഉണ്ടായേ പറ്റും. അതെത്ര കാലമായാലും ഞാൻ കാത്തിരുന്നോളാം. പേപ്പേഴ്സ് എല്ലാം റെഡിയാണ്. എയർപോർട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. എയർ ആംബുലൻസ് റെഡിയാണ്. ബാക്കിയെല്ലാം ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ. ഓക്കെ ഓക്കെ, കരയണ്ട, എല്ലാം ഭേദാവും കേട്ടോ. ഡോണ്ട് വറി. ശരി.